വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ടാലൻ്റ് എന്തൊക്കെയാണ്, നിങ്ങൾ ഇതുവരെ അറിയാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അത് നിങ്ങളിൽ ഹൈഡായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് വീഡിയോ കാണാം. Holistic skincare specialist, manifestation psychic healing, automatic writing, cartomancy, acupuncturist, dream interpretation, past lives. ബോട്ടം ഓഫ് ദ ഡെക്ക് ചക്ര വർക്കാണ് വന്നിരിക്കുന്നത്. എംബറർ, 2 of wands, വേൾഡ്, ടവർ. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഫൂൾ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടാലൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് പല സമയത്തിലും നിങ്ങൾക്ക് കണക്റ്റായി വരുന്നുണ്ടാകാം. അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് അറിയാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷനിലോട്ടേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഹീലിംഗ് ആണ്. അത് സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ടാലൻറ്റ് നിങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് പല വഴി, ഇപ്പോൾ അക്യൂപങ്ചർ എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു അക്യൂപങ്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പ്രൊഫഷനായിട്ട് തന്നെ സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഹീലിംഗ് കാര്യങ്ങൾ നിങ്ങളൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ കാര്യങ്ങൾ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് വലിയ രീതിയിൽ തന്നെ ഗ്രോ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്തിട്ട് തന്നെ, അതായത് മറ്റുള്ള മരുന്നോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ കയ്യിലൊരു എനർജി ഉണ്ട്, അത് റേക്കി ഹീലിങ്ങും പ്രാണിക് ഹീലിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇതുവഴിയാണ്. അങ്ങനെയുള്ള ഹീലിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാൻ പറ്റും. എന്ത് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലം ആണെങ്കിലും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാറ്റി നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന്, ഒരു നല്ലൊരു സ്കിന്നാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്കിന്നിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൈൻഡിലും നിങ്ങളുടെ സോളിലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ സ്കിന്നിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ സ്കിൻ പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ കുറച്ചെടുക്കാം എന്നുള്ളത്, അത് നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഉള്ളിൽ ഹീൽ ചെയ്യുമ്പോഴാണ് ഇത് നിങ്ങളുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുവഴി നിങ്ങൾക്ക് മരുന്നോ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ഹീലിംഗ് പവർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളിലും സ്കിന്ന് നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സ്കിൻ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്കിത് പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിക്ക് അവരുടെ സ്കിന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന
ഒന്നാമത്തെ ഒരു ടാലൻറ്റ് എന്ന് പറയുന്നത്. അവരുടെ രോഗങ്ങൾ എന്ത് തന്നെയായാലും അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കാരണം കണ്ടെത്തി നിങ്ങൾക്കതിനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു എത്രത്തോളം നിങ്ങൾക്കുള്ളിൽ അതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, അത് നിങ്ങൾക്കൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ കോച്ച് ആവാനുള്ള ഒരു ടാലൻറ്റും കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയായിരിക്കാം. അതായത് മറ്റുള്ളവർക്ക് അവരുടെ ഡ്രീമിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് ഹീലാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലരുടെ ബിലീഫ് സിസ്റ്റം ആയിരിക്കാം അവരുടെ ഒരു മാനിഫെസ്റ്റേഷന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ചിലർ അതിൽ തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ സ്റ്റക്കായി നിന്നിട്ട് ഒരു ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും അങ്ങനെ പല രീതിയിൽ മാനിഫെസ്റ്റേഷന് തടസ്സമായിട്ട് നിൽക്കുന്നത്, അതായത് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് അതൊന്നും അതിൻ്റെ റിസൾട്ട് കാണാത്തവരുണ്ടാവാം. അതല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ ഡ്രീമിന് അവരുടെ ഒരു സ്വപ്ന ജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവരുടെ ആ ഒരു ലിമിറ്റ് ഓഫ് ബിലീഫ് സിസ്റ്റം മാറ്റിയെടുക്കാനുള്ള, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയെങ്കിലും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഷെയറിങ് നല്ല രീതിക്ക് വർക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ നോളജ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. അത് നിങ്ങൾ വിചാരിക്കുന്നത് മനസ്സിൽ, ചില ആൾക്കാർക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല അത് പറഞ്ഞു വരുമ്പോൾ പുറത്തോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല ആ കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പവർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ കോച്ചാകാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യം മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പോയിൻ്റ്, അതിൻ്റെ എസൻസ് അവിടെ കിട്ടണം. ആ എസൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റേഷൻ കോച്ചാകാനുള്ള ഏറ്റവും വലിയ ഒരു ടാലൻ്റാണ്. അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സൈക്കിക് ഹീലിംഗ് പറ്റും. മറ്റുള്ളവരുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, ഈ ടാറോട്ട് റീഡിംഗ് ഒക്കെ അതാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ എനർജി മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ എനർജിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ടേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ പ്രസൻസിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു എനർജി, അവരുടെ ഓറ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ സംസാരത്തിലൂടെ തന്നെ അത് ഹീൽ ചെയ്യപ്പെടും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, മാനിഫെസ്റ്റേഷൻ കോച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് അവരിലേക്ക് എത്തണം. അങ്ങനെ ആ ഒരു എസൻസ് അവർക്ക് കിട്ടണം. അത് തന്നെയാണ് ഇവിടെ. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് സൈക്കിക്കായിട്ട് മനസ്സിലാക്കാനുള്ളൊരു പവർ ഉണ്ട്. അവരുടെ ഓറ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വരുത്തണം, അവരുടെ ഓറ ബ്രൈറ്റ് ആകാൻ വേണ്ടി വരുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ഒരു സൈക്കിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതാണ്. അതായത് എനർജി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് ഹീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലോ അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ചില സമയം നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ എഴുത്തിലൂടെ വന്നേക്കാം. അതല്ലെങ്കിൽ നിങ്ങളിൽ മാറ്റം വരുത്തേണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ എഴുത്തിൽ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് മാറ്റം വരുത്താനുള്ള ഒരു കഴിവുണ്ട്. അതിന് നിങ്ങൾക്ക് റൈറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റൊരു ഹിഡൻ ടാലൻ്റാണ് റൈറ്റിംഗ് എന്നുള്ളത്. ആ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു ഫ്ലോ എനർജി വരാറുണ്ട്. നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുണ്ട് പോസിറ്റീവായി, ഇതൊക്കെ ആ എഴുത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റിങ്ങിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതല്ലെങ്കിൽ ഇതുവരെയും അങ്ങനെയൊന്നും പരീക്ഷിക്കാത്ത ആളാണെങ്കിൽ അത് പരീക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. അത് നിങ്ങൾക്കുള്ളൊരു പ്രത്യേകതരം പവർ തന്നെയാണ്. റൈറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഫ്ലോ ആയിട്ട് വരും എന്നുള്ളത്.
പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മറ്റൊരു പവറാണ് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം. അത് മുൻജന്മമായിരിക്കാം, ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞു പോയ കാലം. അത് വച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ ഇമോഷൻസ്, ബിഹേവിയർ, സിറ്റുവേഷൻസ് ഇതൊക്കെ ഇതിൻ്റെ ബേസിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പലർക്കും അത് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ്. അതായത് കഴിഞ്ഞു പോയ കാലം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും എന്നുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ തോട്ട് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. പലർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പലർക്കും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും അത് യൂസ് ചെയ്യാനും അതിലെങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താനും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ കിട്ടും എന്നൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തന്നെ ഓവർ തോട്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഓവർ തോട്ട്സും ശരിക്കും നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ സമയം സംഭവിക്കുന്ന പല കാര്യങ്ങളും അതും നിങ്ങൾക്ക് തിരിച്ചറിവ് വരും. അതൊക്കെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പല ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തികളാണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്തതെന്ന് ആണ് കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹീലിംഗ് തന്നെയാണ്. അത് സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും വല്ലാത്തൊരു പവർ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചാൽ തന്നെ നിങ്ങളതിൽ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ടാരോ ട്രീഡിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ടാരോ ട്രീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങൾ ലൈഫിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ പറ്റും. ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് ടാരോ റീഡിങ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പലരും എതിരായിട്ട് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ടാരോ ട്രേഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം അവരവരെ തന്നെ തിരിച്ചറിയാനും നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യത്തിലെ നെഗറ്റിവിറ്റി, ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാകും, അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് ഒരു പ്രതീക്ഷയൊക്കെ ലൈഫിൽ വരുന്നതും ടാരോ ട്രേഡിങ് കൊണ്ടായിരിക്കാം. ഞാനൊരു ടാരോ ട്രേഡറാണ്, അത് വച്ച് ഞാൻ പറയുകയല്ല. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾ ടാരോ ട്രേഡിങ് കാണുന്നത് വഴി കുറച്ച് ഗുണങ്ങൾ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നല്ല ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ഈ ടാരോ റീഡിങ് വഴി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ റീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ടാരോ റീഡിങ് ജസ്റ്റ് കാണുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എന്തായാലും ഒരു റീഡർ ആണെങ്കിലോ അല്ലെങ്കിൽ അത് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് ഒരു മേജർ ഷിഫ്റ്റ് തന്നെ ഈ ഒരു റീഡിങ് വഴി, ഈ ഒരു റീഡിങ് എന്നല്ല ടാരോ റീഡിങ് വഴി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലൊരു മേജർ ഷിഫ്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലേക്കും തിരിച്ചറിവ് വരുന്നതും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡ്രീമിലൂടെ മറ്റൊരു സ്ഥലത്ത് നിന്ന് മേ ബി നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡിയൻ ഏഞ്ചൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സോഴ്സിലുള്ള നിങ്ങളുടെ അസ്തിത്വമായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ഡ്രീമിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണിച്ചു തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഒന്ന് നിരീക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള പല ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് വേണ്ടി പുറത്തെവിടെയും നോക്കി നടക്കേണ്ട ആവശ്യമില്ല, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങളുടെ ഡ്രീമിലൂടെ തന്നെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പലരും ഉറങ്ങുന്നതിൽ കുറച്ച് ടൈം ലേറ്റായിരിക്കാം, ഉറക്കം പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നന്നായിട്ട് സ്ലീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായിട്ടൊരു ടൈമൊക്കെ വെച്ച് സ്ലീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ് കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
നിങ്ങൾക്ക് കൂടുതലും ഫെമിനൈൻ എനർജിയാണ്. നിങ്ങൾക്ക് ഒരു ഡിവൈനിറ്റിയിലേക്ക് നിങ്ങളുടെ ഫെമിനൈൻ എനർജി വരുന്നുണ്ട്. ഒരു ഫെമിനിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ കാണുന്നത്. അത് ഇവിടെ കാണുന്നത് ജെൻസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഫെമിനൈൻ എനർജി കുറച്ച് കൂടുതലുണ്ട്. അതെന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അത് സ്ത്രീത്വം എന്നല്ല, സ്ത്രീത്വം തന്നെയാണ്. പക്ഷെ ആ സ്ത്രീത്വത്തിൽ ഒരു എനർജി വൈസ് നോക്കുമ്പോൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ലൈഫിലോട്ടേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഫെമിനൈൻ എനർജിയാണ് നമ്മളിൽ വർക്ക് ആവുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. അതേസമയം ആ എനർജി പോസിറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫെമിനൈൻ എനർജി കുറച്ച് കൂടുതലായിട്ട് നല്ല രീതിക്ക് വർക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സ്പിരിച്വൽ ഗിഫ്റ്റും ഈ ഒരു സമയത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഹീലിംഗ് പവർ, അതുപോലെ അക്യുപങ്ക്ചർ, അതിൻ്റെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉള്ളിലുള്ള പല ഹിഡൻ ആയിട്ടുള്ള സ്പിരിച്വൽ ഗിഫ്റ്റും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും, അതായത് ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും, ഇത് നിങ്ങൾക്ക് മാസ്കുലൈൻ എനർജി കുറച്ച് കുറവായതുകൊണ്ട് ഇത് നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതായത് ആശയങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ, ഇങ്ങനെ ഹീലിംഗ് പവർ ഉണ്ട്, എനിക്കൊരു പ്രത്യേക പവർ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം പോരാ, അത് വർക്ക് ചെയ്യണം. അതായത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ, ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ മാസ്കുലൈൻ എനർജി കാണിക്കുന്നത്, എംപറർ എനർജി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക. ഇങ്ങനെയുള്ള ടാലൻറ്റ് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് പുറത്തോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആക്ഷൻസ് കൂടി എടുക്കണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 2 of Wands കാണിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തിരിച്ചറിഞ്ഞ ആൾക്കാരുണ്ടാവാം, ഇങ്ങനെയുള്ള ഹീലിംഗ് പവർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്ത് വേണം, ഇതിലോട്ടേക്ക് ഇറങ്ങണോ എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടും അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാത്ത ആൾക്കാരുണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, ടവർ കാർഡും വന്നിട്ടുണ്ട്. ഇത് രണ്ടും കാണിക്കുന്നത് ആലോചിച്ചെടുക്കാതെ, ഇവിടെ 2 of Wands കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതിലോട്ടേക്ക് നിങ്ങൾ കണക്റ്റ് ആവേണ്ട ഒരു സമയമാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തും നിങ്ങളുടെ സോൾ ഗ്രോത്തൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ട ഒരു സമയമാണ്, അതിൻ്റെ ഒരു പൂർണ്ണതയിലോട്ടേക്ക് എത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിലോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. ഫുൾ എനർജി കാണിക്കുന്നതും അതാണ്. ഒന്നും ചിന്തിക്കണ്ട, അതായത് ഒരുപാട് തിങ്കിങ് ഇവിടെ, അതായത് ഒരുപാട് ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫുൾ എനർജിയിൽ നിന്നാൽ മതി. 0 പോയിന്റിൽ ഇവിടെ ഫുള്ളിൻ്റെ നമ്പർ 0 ആണ്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ എന്ത് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഈ ഫുൾ എനർജിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് ഒന്നും ഇല്ലായ്മയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരുപാട് തിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് ആലോചിക്കേണ്ട, എല്ലാം ദൈവത്തിൽ സറണ്ടർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ചക്രാസിൽ, അതായത് അതൊരു ഗൈഡൻസ് ആണ് കേട്ടോ. ഇവിടെ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നുള്ളതല്ല, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. അതായത് നിങ്ങളുടെ ചക്രാസിൽ കുറേ ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ഏതൊക്കെ ചക്രാസിലാണ് എന്ന് കണ്ടെത്തിയിട്ട് അത് ഹീലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഈ ബ്ലോക്കേജ്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ടെന്നുള്ളത്, ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ചക്രാസ് ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കണം. ഇവിടെ നിങ്ങളുടെ ചക്രാസ് ഇവിടെ ബ്ലോക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം. നിങ്ങളുടെ ചക്രാസ് ഹീൽ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്യാനുണ്ട് ഈ ഒരു റീഡിങ്ങിൽ. ഇപ്പോൾ ചക്രാസിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഇല്ല. ഇവിടെ വന്ന കംപ്ലീറ്റ് കാർഡിലും ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടിയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയത്തിൻ്റെ കുറവ് കാരണം ഇത്രയേ എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഡൈസ് ഡിവിനേഷൻ, psychic surgery, charm casting,
കാർട്ടോമൻസി, ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ, ഏഞ്ചൽ റീഡിങ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് ടാസ്യോഗ്രഫിയാണ് വന്നിരിക്കുന്നത്. ഫൂൾ, കിങ് ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ഫൈവ് ഓഫ് കപ്സ്, ഫൈവ് ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് വോൺസ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എംപറർ ആണ്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡയസ് ഡിവിനേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് ഈ ഡയസ് ഡിവിനേഷൻ എന്ന് പറയുമ്പോൾ പുരാതനമായിരിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ ടൂളാണ്. അതായത് ഇപ്പോൾ ടാരോ റീഡിംഗ് പോലുള്ള നമുക്ക് ഒരുപാട് സ്പിരിച്വൽ ടൂൾസ് ഉണ്ട്. നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും ഒരുപാട് സ്പിരിച്വൽ ടൂൾസ് ഉണ്ട്. അതുപോലെ ഒരു സ്പിരിച്വൽ ടൂളാണ് ഇവിടെ ഡയസ് ഡിവിനേഷൻ. അപ്പോൾ ആ ഡയസ് ഡിവിനേഷൻ എന്ന് പറയുന്നത് ഈ പഴയ കാലത്ത് ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ പകിട എന്നൊക്കെ പറയല്ലോ, അതുപോലെ. അതായത് നമ്മളിപ്പോൾ ലൂഡോ ഒക്കെ കളിക്കുമ്പോൾ അതിനൊരു കരുവുണ്ടല്ലോ, അതിന് 6 സൈഡ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഡയസിൽ ഒരു 6 സൈഡ് ഉണ്ടാവും. ഈ 6 സൈഡിലും പല സിംബൽസും പല നമ്പേഴ്സ് അതുപോലെ പല കാര്യങ്ങൾ ഇതിൽ കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇത് യൂസ് ചെയ്യാനുള്ളൊരു പവർ നിങ്ങൾക്കുള്ളിൽ ഹിഡൻ ആയിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ മറ്റുള്ളവർക്ക് ഇത് വെച്ച് ഗൈഡൻസ് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ടാരോ റീഡിങ്ങിലൊക്കെ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനും പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഡൈസ് എന്ന് പറയുന്നത് ആനക്കൊമ്പിലാണ് തീർക്കുക. അതായത് പഴയ കാലത്ത് ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതവർ ആനക്കൊമ്പിൽ തീർത്തിട്ട് ഇതിൽ ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കും. അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനത്തിൽ തന്നെ വേണം. അതായത് ആനക്കൊമ്പിൽ തീർത്തത്, ചില ആൾക്കാർ കളിമണ്ണിൽ തീർത്തതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്നതാണ് കാണിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സൈക്കിക് സർജറി എന്ന് പറയുന്ന കാർഡാണ്. സൈക്കിക് സർജറിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരാളുടെ ഓറ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകാത്ത കാര്യമാണ്, പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലർ നിങ്ങളുടെ അടുത്തോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നും അവരേത് തരത്തിലുള്ള വ്യക്തിയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ അവരുടെ എനർജി എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കുള്ളിൽ ഈ ഒരു സൈക്കിക് പവർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഇമോഷണൽ ഇംബാലൻസ് നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ എനർജി ഒന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആദ്യം അവനവനിൽ ഈ ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ചില സ്റ്റോൺസ് വെച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അരോമ തെറാപ്പി പോലുള്ള ഒരു സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന ടാലൻ്റാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ടാലൻ്റ് ഉള്ളിലുണ്ട് എന്നുള്ളതൊരു തിരിച്ചറിവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കത് പുറത്തോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത്രയും ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു സൈക്കോളജി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും ചിലർക്ക് അതിൽ നിന്ന് പുറത്തോട്ടേക്ക് വരാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കേജ് കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അവരവരെ ഹീലായി കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിൽ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ആദ്യം അവരവരെ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് സ്റ്റോൺ വെച്ചുള്ള ഹീലിങ്ങും അതുപോലെ അരോമ തെറാപ്പി വെച്ചുള്ള ഹീലിങ്ങുമാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ്ഡം ഓപ്പൺ ആക്കാനുള്ള എല്ലാ വഴിയും ഓപ്പണായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് റിട്ടൺ നോളജ് മാത്രമല്ല, നിങ്ങൾക്കുള്ളിലെ സ്പിരിറ്റ് സെൻസ് ആക്റ്റീവ് ആകുന്നത് വഴി നിങ്ങൾക്ക് ഒരു വിസ്ഡം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരുന്നത് ഇവിടെ കാർട്ടോമൻസി എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് ടാരോ റീഡിംഗ് ആണ്. അതായത് കാർഡ് വച്ചുള്ള റീഡിംഗ് വഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്നുണ്ടാവാം.
നിങ്ങൾക്കൊരു ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടാവാം. നിങ്ങളെക്കുറിച്ച് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ടാരോ റീഡിംഗ് വഴി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫും ടാരോ റീഡിങ്ങും തമ്മിൽ ഇവിടെ ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മേജർ ഷിഫ്റ്റൊക്കെ വന്നത് മേ ബി ഈ ടാരോ റീഡിങ് നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും. നിങ്ങൾ റീഡിങ് കാണുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ റീഡർ ആയിരിക്കാം. അങ്ങനെ ആരായാലും നിങ്ങളുടെ ലൈഫിലൊരു ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ടാരോ റീഡിങ് വഴി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോളുമായിട്ട് അത് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി നിങ്ങളെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ ടാരോ റീഡിങ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത് കാണുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫ് മറ്റൊരു രീതിയിലായിരിക്കാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ മാറ്റങ്ങൾ വന്നിരിക്കാം. അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ടാരോ റീഡർ ആകേണ്ട ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു കാർഡ് റീഡിങ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്കൊരു ഹിഡൻ ടാലൻ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പഠിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഈ ഒരു കാർഡ് വന്നതുകൊണ്ടാണ് ഞാൻ റീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റീഡിങ്ങും ഈ കാർഡ്സും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡ്രീമുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് പൈൽ റീഡ് ചെയ്തപ്പോഴും ഇതൊക്കെ വന്നിരുന്നു. കൂടുതൽ പേരും സ്പിരിച്വൽ ആയ ആൾക്കാരായിരിക്കാം കാണുന്നത്. അതാണ് സെയിം എനർജി തന്നെ റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡ്രീമിലൂടെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് സ്പിരിച്വൽ ജേണിയിലും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട ഗൈഡൻസ് ഇവിടെ കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കുള്ള ആൻസറും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് പുറത്ത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് പുറത്ത് ആൻസർ തേടി പോവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ഒരുപാട് ആൻസർ തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉറക്കം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രീമിലൂടെ ആൻസർ കിട്ടും എന്നാണ്. അതല്ല ഉറക്കം പ്രോപ്പറായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ലേറ്റായിട്ട് ഉറങ്ങുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഡ്രീമിൻ്റെത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഉള്ളിലുള്ളൊരു ടാലൻ്റാണ്. നിങ്ങൾക്ക് ഡ്രീമിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ലൈഫിൽ സ്പിരിച്വൽ ഗ്രോത്തും അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ എനർജിയിൽ നിൽക്കുകയാണ് വേണ്ടത്. അത് സ്പിരിച്വൽ ജേണിയിലുള്ള എല്ലാവരും ഈ ഫുൾ എനർജിയിൽ തന്നെയാണ് നിൽക്കേണ്ടത്. അതായത് ഓവർ തിങ്കിങ് ഉണ്ടാവാൻ പാടില്ല. എല്ലാം ദൈവത്തെ സറണ്ടർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, എങ്ങനെ വരുന്നറിയില്ല, എന്തായാലും എല്ലാം ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഒരു സ്ട്രെങ്ത്തിലോട്ടേക്ക് വരുന്നത്. അത് വരുന്നതെന്ന് വെച്ചാൽ ഈ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി മാറണം. അതായത് ചില ബലംപിടുത്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബലംപിടുത്തങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ബ്ലോക്കായിട്ട് വരുന്നുണ്ട്. അതായത് ചില തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരു യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ പറ്റാതാകും. അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിക്ക് പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ലാതെ വരും. കാരണം ഓൾറെഡി നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധ്യതയായിട്ട് വരുന്നുണ്ട്. അതൊക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് വരുന്നത്. അതുപോലെ ചില റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് എനർജിയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് കണ്ടെത്തണം. നിങ്ങളുടെ റൂട്ട് കോസ് വരുന്നത് റിലേഷൻഷിപ്പിലാണ്. അതിൽ എന്തൊക്കെയോ വഴക്കും ഭയങ്കര കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഹീലാക്കേണ്ട കാര്യം. അവരെ ഫോർഗീവ് ചെയ്യുക. ആ ഫോർഗീവ്നെസ് ഇവിടെ സംഭവിക്കാത്തത് കൊണ്ടാണ് അത് ഹീലാവാത്തത്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഫോർഗീവ് ചെയ്യുക. ആ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിലീസ് ഉണ്ടാവുന്നുണ്ട്. അതല്ല നിങ്ങൾ പിന്നെയും അത് തന്നെ മനസ്സിലിട്ട് ആ ഒരു വ്യക്തിയോടൊരു ദേഷ്യം പോലെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് മോശം. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് ഹീലാവാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തുമാണ് അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെ പ്രത്യേകിച്ച് അയാൾക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല, ആ ഒരു വ്യക്തിക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ ഇതൊക്കെ റിലീസ് ചെയ്ത് ആ വ്യക്തിയെ ഫോർഗിവ് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫുൾ എനർജിയിൽ നിൽക്കാൻ പറ്റും. ഫുൾ എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ടാലൻ്റൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും. അത്ര വരെയും അതെല്ലാം ബ്ലോക്കായിട്ടാണ് നിൽക്കുക. ഈ ഫുൾ എനർജിയിൽ നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ വായിച്ച ഈ ഒരു ടാലൻറ്റ്, നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ടാലൻ്റൊക്കെ നിങ്ങൾക്ക് പുറത്തു വരും. അതുപോലെ നിങ്ങൾക്കിവിടെ മറ്റൊരു ടാലൻറ്റ് കൂടിയുണ്ട്.
ടീ, പിന്നെ കോഫി, വൈൻ, ഇതിൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മളിങ്ങനെ അതിൽ കറക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടീ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു വൈന്, അപ്പോൾ ഇതിൽ നമ്മൾ ചില സിമ്പിൾസ്, ആൻഷ്യൻ്റ് സിമ്പിൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല, ചിലർക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീഡിങ് ചെയ്യാനുള്ള, ഈ ടാരോട്ട് റീഡിങ് പോലുള്ള, അല്ലെങ്കിൽ കാൻഡിൽ റീഡിങ്, അങ്ങനെയൊക്കെ കുറേ തരം റീഡിങ്സ് ഉണ്ട്. അതുപോലെ ഒരു ഇതിൽപ്പെട്ട റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ്. അതായത് ടീയും കോഫിയും വൈനൊക്കെ വെച്ചിട്ട് ചില സിമ്പിൾസ്, ആൻഷ്യൻ്റ് സിമ്പിൾസൊക്കെ വെച്ചിട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനാദ്യം വേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിവിടെ നല്ലൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ എനർജിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫോർഗീവ് അവിടെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചാലാണ് ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പിരിച്വൽ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.